ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നല്ല രുചികരമായ ഒരു വെളുത്തുള്ളി അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതുവരെ വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ വെളുത്തുള്ളി അച്ചാർ. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി 250 ഗ്രാം വെളുത്തുള്ളി തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. തോലൊക്കെ പോയി കഴിയുമ്പം കുറച്ച് വെയിറ്റ് കുറയും. ഒരു പാത്രം അടപ്പ് വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അച്ചാർ തയ്യാറാക്കുമ്പം അലൂമിനിയം പാത്രങ്ങളും ഇരുമ്പ് പാത്രങ്ങളും ഉപയോഗിക്കരുത്. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് എള്ളെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം. പിന്നെ കൂടുതലും അച്ചാർ കേടാവാതിരിക്കണമെങ്കിൽ എള്ളെണ്ണ നല്ലതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/4 ഭാഗം വേകുന്നത് വരെ ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പൊടിയുപ്പാണെങ്കിൽ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അച്ചാറിന് എപ്പോഴും കല്ലുപ്പാണ് നല്ലത്. കല്ലുപ്പ് കിട്ടിയില്ലെങ്കിൽ മാത്രമേ പൊടിയുപ്പ് ചേർക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തത്. കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഉലുവ ചട്ടിയിൽ വെറുതെ ഒന്ന് എണ്ണ ഒഴിക്കാതെ വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചെറിയ ജാറിൽ പൊടിച്ച് വെച്ചിരുന്നാൽ ഇതുപോലെ കുറേ ആവശ്യങ്ങൾക്ക് ഉലുവയുടെ ആവശ്യങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ പെരുജീരകം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ശർക്കര ചേർത്ത് കൊടുക്കുക. ഈ എരിവിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം ബ്രൗൺ ഷുഗറോ പഞ്ചസാരയോ ചേർക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഒരു പുളിപ്പിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നല്ല അടിപൊളി മണമുള്ള നല്ല സൂപ്പർ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലപോലെ തണുത്തതിന് ശേഷമേ നമ്മൾ ബോട്ടിലിലോ ഭരണിയിലോ നിറച്ച് വയ്ക്കാവുള്ളൂ. നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കുന്ന പാത്രത്തിൽ തന്നെ വെച്ച് 2 മണിക്കൂർ നല്ലപോലെ തണുത്തതിന് ശേഷം ഉണങ്ങിയ ഭരണിയിലോ ഗ്ലാസ് ബോട്ടിലിലോ കോരി വയ്ക്കുക. അച്ചാർ തയ്യാറാക്കുമ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. 1, ഇരുമ്പ് പാത്രങ്ങളും അലൂമിനിയം പാത്രങ്ങളും അച്ചാറിന് ഉപയോഗിക്കാതിരിക്കുക. 2, അച്ചാർ ചൂടോടുകൂടി ബോട്ടിലിനകത്ത് നിറച്ച് വയ്ക്കരുത്.
മൂന്നാമത് അച്ചാർ കോരി വയ്ക്കുമ്പം നല്ല ഉണങ്ങിയ ബോട്ടിൽ മാത്രമേ അച്ചാർ കോരി വയ്ക്കാവുള്ളൂ. നാലാമത് അച്ചാർ കോരാൻ നനഞ്ഞ സ്പൂണ് ഉപയോഗിക്കരുത്. അഞ്ചാമത് 2-3 ദിവസം അച്ചാർ വെളിയിൽ വെച്ച് നല്ലപോലെ സെറ്റായതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുക. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അച്ചാർ പൂത്തു പോവാതിരിക്കും. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.